തവണ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. മറ്റന്നാളാണ് തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നതെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ കാര്യമായ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. പേട്ടതുള്ളൽ നാളെയാണ് നടക്കുക. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഭക്തർ എത്തിച്ചേരുമെന്ന മുൻകരുതലിലാണ് നാളെ മുതൽ എരുമേലി കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടേണ്ട എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയിട്ടുള്ളത്. തീർത്ഥാടകരുടെ എണ്ണത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിർച്വൽ ക്യൂ വഴി വിർച്വൽ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സ്പോട്ട് ബുക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇനിയുള്ള 2-3 ദിവസങ്ങളിൽ സ്വാഭാവികമായും ശബരിമലയിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മുൻകരുതലുകളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ശബരിമലയിൽ സന്നിധാനത്ത് പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ടത് വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ പ്രവാഹം ഉണ്ടാവുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം എത്രത്തോളം ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും എന്നതാണ്. ശ്രീജിത്ത് ശബരിമലയിൽ നിന്ന്. ശ്രീജിത്ത്, മണ്ഡല മകരവിളക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയന്ത്രണം സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും വിർച്വൽ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള 2 ദിവസം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോഴും ആ തിരക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞോ? ഏതാണ്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മുതൽ തന്നെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഇവിടെ എത്തുന്ന ഭക്തർ ഇവിടെ തമ്പടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ശ്രീജ, എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ എരുമേലി പേട്ടതുള്ളലാണ്. ഈ പേട്ടതുള്ളി അതിനുശേഷം ശബരിമല സന്നിധാനത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന ഭക്തരുണ്ട്. മറ്റന്നാൾ തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. അതിൽ പങ്കെടുത്ത ശേഷം വരാൻ കാത്തിരിക്കുന്നവരുണ്ട്. എന്തായാലും വലിയ തിരക്കിലേക്ക് ശബരിമല പോകുന്നു. ഇനി എത്തുന്ന ഭക്തർ പകുതിയോളം മാത്രമേ ഒരു പക്ഷേ ഇവിടം വിട്ട് പോകാൻ സാധ്യതയുള്ളൂ. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിവരികയാണ്. എന്തായാലും മറ്റന്നാൾ മുതൽ, അതായത് 12-ാം തീയതി മുതലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗിലൊക്കെ വലിയ നിയന്ത്രണമുള്ളത്. 12-ാം തീയതി 60,000 പേർക്കും 13-ാം തീയതി 50,000 പേർക്കും 14-ാം തീയതി അത് കേവലം 40,000 പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ഈ 2 ദിവസങ്ങളിൽ, ആദ്യത്തെ 2 ദിവസങ്ങളിലും 5,000 പേർക്കും 14-ാം തീയതി മകരവിളക്ക് നടക്കുന്ന ദിവസം 1000 പേർക്കും മാത്രമാണ് ദർശനമുള്ളത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ എത്തുന്ന ഭക്തരെ പരമാവധി കടത്തിവിടാനുള്ള ശ്രമം തന്നെയായിരിക്കും ഉണ്ടാകുക. പക്ഷെ അതാത് സമയത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഭക്തർക്ക് ദർശനം കിട്ടാനുള്ള സാധ്യതയുള്ളത്. എന്തായാലും ഇപ്പോഴെത്തുന്ന ഭക്തരെ പരമാവധി വേഗത്തിൽ ദർശനം നടത്തി അവർ മടങ്ങിപ്പോകുന്നവർക്ക് പമ്പയിലേക്ക് അവരെ മടക്കിവിടാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശബരിമല അതിന്റെ ഒരു ഉത്സവ ലഹരിയിലേക്ക് മാറുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതായി അങ്ങനെ മാറുകയാണ്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ തൊട്ടു മുൻപ് തിരുപ്പതി ദേവസ്ഥാനത്തുണ്ടായ ഒരു അപകടം, അവിടെ എല്ലാ സജ്ജീകരണങ്ങളും എപ്പോഴും വളരെ കാര്യമായി തന്നെ ചെയ്യാറുള്ള സ്ഥലമാണ്. എന്നിട്ടും അവിടെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണ കൂടുതൽ ശക്തമാക്കുന്നുണ്ടോ തയ്യാറെടുപ്പുകൾ? തീർച്ചയായും അതിന്റെ ഭാഗമായാണ് ഈ ദിവസങ്ങളിലെ ഒരു ആളുകളുടെ എണ്ണത്തിലൊരു നിയന്ത്രണം വരുത്തിയിരിക്കുന്നത്. തിരുപ്പതി പോലെ നമുക്കറിയാം ഏറ്റവും സജ്ജീകരണങ്ങളുള്ള സ്ഥലമെന്നാണ് തിരുപ്പതിയെ തീർത്ഥാടനത്തിന്റെ ഒരു മാതൃകാ കേന്ദ്രമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്തരം സ്ഥലത്തിൽ പോലും ചെറിയൊരു തിക്കും തിരക്കും പോലും വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം പുല്ലുമേട് പോലെയുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും അവിടെ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് പോലും തോന്നില്ല. ഭക്തരുടെ വലിയ തിരക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ നിയന്ത്രിച്ച് കടത്തിവിടുക എന്നുള്ളതാണ്. പിന്നെ ഈ ദിവസങ്ങളിലേക്ക് ഇവിടേക്ക് എത്തുന്ന ഭക്തർ വലിയ ആവേശപൂർവ്വമൊക്കെയാണ് വരിക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ മരക്കൂട്ടം പോലുള്ള മേഖലകളിൽ ഈ ബാരിക്കേഡ് മറികടന്ന് ചാടിപ്പോകുന്ന ഭക്തരെയൊക്കെ കാണാൻ സാധിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ എത്തുന്നവർ അതൊരു നിയന്ത്രണത്തെ മറികടന്നുകൊണ്ട് തീർത്ഥാടനം നടത്തുന്ന നിലയിലേക്ക് പല ഭക്തരും എത്തിയ സാഹചര്യമൊക്കെയുണ്ട്. അതൊക്കെ നിയന്ത്രിക്കാനുള്ള പരമാവധി ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് തിരക്ക് നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ തമ്പടിക്കുന്ന ഭക്തർ, പിന്നീട് പുതുതായി എത്തുന്ന ഭക്തർ, ഇവരെല്ലാം കൂടെ ചേരുമ്പോൾ ശബരിമല ഒരു മനുഷ്യക്കടല
കൂടുതലായി മാറാനുള്ള സാധ്യത തന്നെയാണ് എല്ലാ വർഷവും കാണുന്നത്. അങ്ങനെ തന്നെയാണ് ഇത്തവണയും അത് തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് ഒരു കൂടുതൽ എണ്ണമൊക്കെ പരമാവധി നിയന്ത്രിച്ചു വിടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ശ്രീജ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സന്നിധാനത്ത് നിന്ന് മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല പൂർണ്ണമായും തയ്യാറെടുത്തു കഴിഞ്ഞു. തൊട്ടു മുൻപ് നമുക്ക് മുന്നിൽ ഒരു അപകടത്തിന്റെ വാർത്ത കൂടി വരുന്നതുകൊണ്ട് ശബരിമലയിൽ മുൻകരുതലുകൾ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. അവിടേക്ക് എത്തുന്ന ആളുകളെ നിയന്ത്രിക്കുക മാത്രമേ വഴിയുള്ളൂ. നമുക്കറിയാം, ഭക്തിയുടെ പാരമ്യത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾ പലരും തിരിച്ച് ഈ മണ്ഡല മകരവിളക്ക് സമയത്ത് തിരിച്ചിറങ്ങാറില്ല, അവിടെ തന്നെ തുടരും. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളെല്ലാം അവിടെ ശബരിമലയിൽ സന്നിധാനത്ത് അധികൃതർ നടത്തുന്നുണ്ട്.